ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതിക്കായുള്ള ഇന്നത്തെ അഭ്യാസം ഞാൻ നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അവ്യക്ത സൂചന ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന ആളും ശിവബാബയാണ്. ചെയ്യിക്കുന്ന ആളെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിമിത്തമായി ചെയ്യുന്നു. ഈ സ്മൃതിയിലൂടെ കർത്താവെന്ന ബോധത്തെ സമാപ്തമാക്കി വേറിട്ടതും പ്രിയപ്പെട്ടതുമാകും. എല്ലാ ഭാരവും ബാബയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് തൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയോടെ അനാദി സ്വഭാവ സംസ്കാരത്തെ ധാരണ ചെയ്ത് ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭൂതി ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബ ആഗ്രഹിക്കുന്നത് നമ്മൾ കുട്ടികൾ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കണമെന്നാണ്. അതായത് സ്മൃതിയിലൂടെ സമർത്ഥസ്ഥിതി. മുഴുവൻ പുരുഷാർത്ഥവും ഇതിൻ്റെ ആധാരത്തിലാണ്. ബാബ ദിവസേന ഓരോ സ്മൃതികളെക്കുറിച്ചാണ് നമുക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. ഏത് സ്മൃതി നമുക്ക് വയ്ക്കണം ഓരോ കാര്യത്തിലും. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഡബിൾ ലൈറ്റ് സ്ഥിതി. എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിൻ്റെ ഭാരം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. പക്ഷെ അറിയാതെ അത് സംഭവിക്കുന്നു. ഇന്നിങ്ങനെ ചെയ്യണം, ഇന്ന് ഈ രീതിയിൽ എല്ലാം ചെയ്യണം, നാളിങ്ങനെ ചെയ്യണം, പ്ലാനിങ് ഉണ്ടാകും. ഈ പ്ലാനിങ്ങിൻ്റെ ആധാരത്തിൽ ശരീര, മനസ്സ്, ധനമെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. അപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടും പ്രിയപ്പെട്ടതും നിർമോഹിയുമായിട്ട് എങ്ങനെ ഇരിക്കാം? അതായത് ഒരുപാട് ചെയ്യാനുണ്ട് എന്നൊരിക്കലും ചിന്ത വരരുത്. ദിവസം മുഴുവൻ നമുക്ക് ഓരോ കാര്യവ്യവഹാരങ്ങളായി ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ എങ്ങനെ നമുക്ക് നമ്മുടെ സ്മൃതിയിലൂടെ സമർത്ഥസ്ഥിതി ഉണ്ടാക്കാം? സമർത്ഥസ്ഥിതി അർത്ഥം എന്താണ്? സ്ട്രെങ്ത് വർദ്ധിക്കണം, ശക്തി വർദ്ധിക്കുകയും വേണം, നമ്മുടെ കപ്പാസിറ്റി വർദ്ധിക്കുകയും വേണം, കാര്യക്ഷമത വർദ്ധിക്കുകയും വേണം. നമുക്ക് അത്രയും വിൽ പവർ ഉണ്ടായിരിക്കണം, ദൃഢതയുണ്ടായിരിക്കണം. അതിലൂടെ ചെയ്യാനുള്ള കാര്യക്ഷമത വർദ്ധിക്കും, യോഗ്യതയും ഉണ്ടാകും. ഒരുപാട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനായി ബാബ നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ഹോംവർക്ക് തരുന്നുണ്ടല്ലോ. ഇന്ന് ബാബ പറഞ്ഞത് നിമിത്തമായി ചെയ്യുന്ന ആളാണെന്നുള്ള സ്മൃതിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്. ഇതൊരു കർമ്മമാണെങ്കിലും ഈശ്വരീയ സേവനമാണല്ലോ. ബാബയുടെ മക്കളാണ്, ബാബയുടെ പരിവാരമാണ്, ബാബയുടെ കാര്യമാണ്. എന്ത് ചെയ്യണമെങ്കിലും ആ സ്മൃതിയോടെ ചെയ്യണം. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ശിവബാബയാണ്. ചെയ്യിക്കുന്ന ആൾ സർവസ്വവും നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിമിത്തമായി ചെയ്യുന്നവനായി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു ബാബ എന്നിലൂടെ. ഞാൻ നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്മൃതിയിൽ സ്ഥിതി ചെയ്യണമെന്ന്. ഈ സ്മൃതിയിലൂടെ എന്താണ് സംഭവിക്കുക? ചെയ്യുന്ന ആളാണെന്നുള്ള സ്മൃതിയുടെ ഭാരത്തിൽ നിന്ന് നമ്മൾ മുക്തമാകുന്നു. പ്രിയപ്പെട്ടതും നിർമോഹിയുമായി തീരുന്നു. സർവഭാരവും ബാബയ്ക്ക് മുന്നിൽ സമർപ്പണം ചെയ്തുകൊണ്ട് തൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ സ്ഥിതി ചെയ്യൂ. തൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ അനാദി സംസ്കാരങ്ങൾ നമുക്ക് ധാരണ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭൂതിയും വർദ്ധിക്കും. ചില സമയത്ത് നമുക്ക് ഓരോ ചിന്തകൾ വരാറില്ലേ? അയ്യോ, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഇതൊരുപാട് ഭാരിച്ചതാണല്ലോ എന്നെല്ലാമുള്ള ചിന്തയിൽ നിന്ന് മുക്തമാകണം. എല്ലാ കാര്യത്തിലും സന്തുലനം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വയം നോക്കണം, എനിക്ക് എത്രത്തോളം ഏകാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അതനുസരിച്ചാണ് ആ കാര്യത്തെ നമുക്ക് സ്വീകരിക്കേണ്ടത്. എനിക്ക് എന്തെങ്കിലും വിശേഷതയുണ്ട് പ്രത്യേക കാര്യത്തിനെങ്കിൽ ആ കാര്യം എല്ലാവരും എന്നോട് ചെയ്യാനല്ലേ പറയാറുള്ളത്. പക്ഷേ നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കണം.
സമയത്തിൻ്റെ ഏകാഗ്രതയുടെ ബാലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്ഷീണത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. ഏത് സേവനത്തിന് വിളിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും പോകാനായിട്ട് തയ്യാറായിരിക്കണം. എന്നാൽ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കൂ. ചെയ്യിപ്പിക്കുന്ന ആളായ ബാബ എന്നിലൂടെ ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു? ബാബയാണ് ചെയ്യിക്കുന്നത്, ഞാൻ നിമിത്തമാണ്. ഈ സ്ഥിതി കൂടി ഉണ്ടോ? എന്നെ ബാബ നിമിത്തമാക്കുന്നത് പോലെ മറ്റുള്ളവരെയും നിമിത്തമാക്കൂ പല കാര്യങ്ങൾക്കും. ഏതൊരു കാര്യവും ആരംഭം മുതൽക്ക് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്നില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്കറിയാം എല്ലാവരുടെയും സഹയോഗത്തിലൂടെയാണല്ലോ ചെയ്യേണ്ടത്. ഏത് പ്രോഗ്രാം ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും കുറച്ച് കൂടുതൽ പേരെ നമ്മൾ എല്ലാ കാര്യത്തിനും ഉൾപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ അവർക്കും സഹയോഗിയാകാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്യേണ്ടി വരുമല്ലോ. ഏതൊരു കാര്യമാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ നല്ലതായി തോന്നും, പക്ഷെ കൂടുതൽ സമയം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ബാബ നമുക്ക് വിവേകം നൽകിയിട്ടുണ്ട്. സന്തുലനാവസ്ഥ ബാബ നിലനിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ചിന്തിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യണം. യോഗത്തിൻ്റെയും സമയം വേണം, റെസ്റ്റിൻ്റെയും സമയം വേണം, ഭോജനം ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാത്തിനും സമയം വേണമല്ലോ. അതിനാൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൂ, അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു സ്മൃതി വേണം. ഞാൻ നിമിത്തമാണ്, ചെയ്യിക്കുന്ന ആൾ എന്നിലൂടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും, ശ്രീമത്ത് ശക്തിയും ലഭിക്കും. നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം, ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ. ഓം ശാന്തി.